പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സംഗമം പ്രതിഷേധ പ്രകടനം നടത്തേണ്ടി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംഹിതയുടെ ഭാഗമായി കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെമ്പാടും കോർപ്പറേഷനിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. നമ്മൾക്കെല്ലാം അതിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കും. നഗരപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതിനു ശേഷം മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ വമ്പിച്ച വിജയം കരസ്ഥമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മാസം 11-ാം തീയതി നടക്കുകയും 11-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ പ്രകടനം സൂചിപ്പിച്ചു. ഈ റിസൾട്ട് വന്ന് അന്ന് രാത്രി മുതൽ കേരളത്തിലും കാസർഗോഡും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്ടും വൈക്കത്തും കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും ഉൾപ്പെടെ ധാരാളം പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗുണ്ടകൾ നമ്മളെ ജയിച്ചു വന്ന വനിതാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പുരുഷ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അവരുടെ വീടുകൾ ആക്രമിച്ച് അവരുടെ വാഹനങ്ങൾ ആക്രമിച്ച് അവരെ വ്യക്തിപരമായി ആക്രമിച്ച് നമ്മുടെ വാസന്തിയെ ചെയ്തതുപോലെ ജാതിപ്പേര് വിളിച്ചവരെ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും അകപ്പതിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. രണ്ട് കയ്യം കെട്ടി നോക്കിയിരിക്കാനാവില്ല. നമ്മുടെ വാസന്തിയെ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പിണറായിയുടെ പോലീസാണ് കേരളം ഭരിക്കുന്നത്. വാസന്തിയുടെ പരാതി ഉൾപ്പെടെ പിണറായി ധരിച്ചുകൊണ്ട് CPM വ്യത്യാസമാകുന്ന ഒരു നിലപാട് സ്വീകരിച്ച് ഈ കേരളത്തിലെ പോലീസ് പോവുകയാണെങ്കിൽ നേരത്തെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ മാളയിലെ പോലീസ് സ്റ്റേഷനിലേക്കും അതല്ലെങ്കിൽ DYSP ഓഫീസിലേക്കും പുത്തഞ്ചിറയിലെ ജനാധിപത്യ വിശ്വാസികൾ കൂട്ടമായി കയ്യേറുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കത് കണ്ടുവെക്കാനാകില്ല. വാസന്തിയെ നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുത്തഞ്ചിറയിലെ ചങ്കായിരുന്ന CK കുഞ്ഞിപ്പാടിന്റെ പ്രിയപത്നി അവർ കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ കണ്ടപ്പോ നഗർ മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശം കണ്ടപ്പോ നഗറും പുത്തൻപസാറും ആലപ്പാറയും കൊണ്ടത്താഴവും പച്ചപ്പള്ളിയും നെറ്റിക്കൽക്കുന്നും അതുപോലെ തന്നെ ചെത്തിക്കുന്നുൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മാറി 4 പ്രാവശ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടുത്തെ വോട്ടർമാർ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് വാസന്തി. നല്ല രീതിയിൽ കുടുംബ ജീവിതം നയിക്കുന്നത് അവരൊരു വിധവയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അസുഖബാധിതരായി നമ്മുടെ വാസന്തിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞുപോയി. പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന ശുഷ്കമായ സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നും കിട്ടുന്ന സംഭവമുണ്ട്. വളരെ ജീവിത യാതൊരു അനുഭവിച്ചുകൊണ്ടാണ് വാസന്തിയുടെ ജീവിതം മുമ്പോട്ടുകൊണ്ടു പോകുന്നത്. അവരുടെ ജീവിതം തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും അറിയാം, ഒരു വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ, ഒരു ജനനമുണ്ടായാൽ, ഒരു വിവാഹമുണ്ടായാൽ ആ സംഭവത്തിൽ എല്ലാം ദൃക്സാക്ഷിയാകാൻ അതിന്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് മാത്രമാണ് വാസന്തി ആ വീട്ടിൽ നിന്നും പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായി അഭൂതപൂർവമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. ഞാനിതേക്ക് കുണ്ടത്തിന്റെ വലിയ CPM-ന്റെ പ്രവർത്തനം സൂചിപ്പിക്കുകയുണ്ടായി. 11-ാം വാർഡിൽ വാസന്തിയത്തിലെ തോക്കും 400 വോട്ടിലേക്ക് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വിജയിച്ചവരും അവർക്ക് ശുഭാപ്തി വിശ്വാസമായിരുന്നു. പക്ഷേ വോട്ടെണ്ണിക്ക് വന്നപ്പോൾ ഏതാണ്ട് 150 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വാസന്തി തെരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവരുടെ ചില ഗുണ്ടകൾ നമ്മുടെ വാസന്തിയെ കൊണ്ടുവരുന്നു, അവരെ മോശമായി പരിപാലിക്കുന്നു. നമ്മൾക്കുള്ള പൊതുസമ്മേളനത്തിൽ നാട്ടുകാർക്ക് സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷയിൽ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സംഭവവാസം നമ്മുടെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ജനത്തെ ആദ്യമാണ്. നമ്മൾക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. കേരളത്തിലെമ്പാടും UDF-ന്റെ തേരോട്ടം നൽകുമ്പോൾ നമ്മൾക്കറിയാം 4 മാസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ
അന്ത്യം കുറിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ഭാഗ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ കൂടുതലായി ബന്ധിപ്പിക്കുന്നില്ല. കേരളത്തെമ്പാടും നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള, സ്ത്രീ ജനപ്രതിനിധികൾക്ക് നേരെയുള്ള UDFന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് നേരെയുള്ള പ്രതിഷേധങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ശ്രമം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ എക്കാലത്തും നമുക്ക് പ്രിയങ്കരിയായ നാലുവട്ടമായി കൊമ്പപ്പന്തള മേഖലയിൽ നിന്നും പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന പുത്തഞ്ചിറ കൊമ്പപ്പന്തള നിവാസികളുടെ പ്രിയങ്കരിയായ വാസന്തി സുബ്രഹ്മണ്യന് നേരെ നടത്തിയ ജാതി അധിക്ഷേപത്തിൽ മറ്റൊരിടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ച സംഭവത്തിൽ CPMന്റെ ഗുണ്ടാ നേതൃത്വത്തിൽ മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വാസന്തി സുബ്രഹ്മണ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ അതിശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യങ്ങൾ.